ഇത് അമ്പൂരിയിലെ മായംകടവ് എന്ന സ്ഥലമാണ്. ഇവിടെ വളരെ മനോഹരമായ സീനറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കുട്ടികളെല്ലാം കുളിക്കുന്നുണ്ട്. വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയ ഒരു സ്ഥലമാണ്. നമുക്കിതിലെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. അമ്പൂരി കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഗ്രാമമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് 38 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമ്പൂരി മലകളും കാടുകളും റബ്ബർ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുരുമുളക് കൃഷിയും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ്. ശാന്തമായ ഗ്രാമീണ ജീവിതം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണിത്. അമ്പൂരി എന്ന പേരിന് പിന്നിൽ പല കഥകൾ കേൾക്കുന്നുണ്ട്. അതിൽ ഒന്ന്, അനിഴം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന ചടച്ചി മാർത്താണ്ഡൻ പിള്ളയുമായി ബന്ധപ്പെട്ട കഥയാണിത്. ഒരിക്കൽ അടുത്തുള്ള ഒറ്റശേഖരം അമ്പലത്ത് നടന്ന അമ്പെയ്ത്ത് മത്സരത്തിനിടെ മാർത്താണ്ഡൻ പിള്ള തൊടുത്തുവിട്ട അമ്പ് കാടിനുള്ളിലെ ഒരു മരത്തിൽ പോയി തറച്ചു. ആ അമ്പ് മരത്തിൽ നിന്നും വലിച്ചൂരിയെടുത്ത സ്ഥലം എന്ന നിലയിലാണ് ഇവിടം അമ്പൂരി എന്ന് അറിയപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാന ഐതിഹ്യം ഈ പ്രദേശത്തെ ആദിമ നിവാസികളായ കാണിക്കാരെ സംബന്ധിച്ചുള്ളതാണ്. വിശുദ്ധ നെല്ല് പണ്ട് കാലത്ത് ഇവിടുത്തെ ഗോത്രവർഗക്കാർ അന്നൂരി നെല്ല് എന്ന പേരിൽ ഒരു പ്രത്യേക തരം നെൽകൃഷി ചെയ്തിരുന്നു. ഈ നെല്ല് വെറും ഒരു പകൽ കൊണ്ട് നട്ടു നനച്ച് വിളവെടുക്കാൻ പാകമാകുന്ന അത്ഭുത നെല്ലായിരുന്നു എന്നാണ് കഥ. അന്നൂരി എന്ന പേര് കാലക്രമേണ ലോപിച്ച് അമ്പൂരിയായി മാറിയെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. 1930-40 കാലഘട്ടങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിരുവിതാംകൂർ രാജാവ് കോട്ടയം, പാലാ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ കർഷകരെ ഇവിടേക്ക് ക്ഷണിച്ചു. ഇവരുടെ വരവോടെയാണ് അമ്പൂരി ഇന്നത്തെ രീതിയിൽ റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും വിളയുന്ന നാടായി മാറിയത്. ഈ പ്രദേശത്തെ ആദ്യത്തെ ചർച്ചാണ് സെന്റ് മേരീസ് ചർച്ച്. ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് മേരീസ് സ്കൂളും ഇവിടെയുണ്ട്. അമ്പൂരിയിലെ യഥാർത്ഥ അവകാശികളും ആദിമ നിവാസികളും കാണിക്കാർ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗമാണ്. 1700-കളിൽ എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷ തേടിയെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സംരക്ഷണം നൽകിയത് ഇവരാണെന്ന് പറയപ്പെടുന്നു. ഇതിനുള്ള നന്ദി സൂചകമായി രാജാവ് ഇവർക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നൽകിയതായി പറയപ്പെടുന്നു. ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ വള്ളത്തിൽ കയറിയിരുന്നു. അത് നമ്മുടെ നാട്ടിലൊന്നും വള്ളം കാണാൻ കിട്ടാറില്ലല്ലോ, അങ്ങനെ ഇത് കയറിയിരുന്നതാണ്. മായംകടവിനടുത്തായുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ചായയും പഴംപൊരിയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അമ്പൂരിയിലെ മറ്റൊരു കടവാണിത്. ഇതിന്റെ പേര് പുരൈമലൈ കടവ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നീല നിറത്തിൽ പരന്നു കിടക്കുന്ന ജലാശയവും അതിനു പിന്നിലെ മലനിരകളുമാണ്. ദ്രവ്യപ്പാറയിലേക്ക് പോകുന്ന സഞ്ചാരികൾ പലപ്പോഴും ഈ വഴിയാണ് കടന്നു പോകുന്നത്. അമ്പൂരിയിലെ പല പ്രദേശങ്ങളിലേക്കും ഉൾവനങ്ങളിലെ കാണിക്കാർ താമസിക്കുന്ന ഇടങ്ങളിലേക്കും എത്താനുള്ള പ്രധാന മാർഗമാണ് പുരൈമലൈ കടവ്. ആൾക്കാർ ഇതുവഴി വള്ളങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിനായി ഇതിനടുത്ത് തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ നീല നിറത്തിൽ കാണുന്നത് കൂടു മത്സ്യകൃഷിയാണ്. ജലാശയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വലക്കൂട്ടുകളിൽ മത്സ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ്. മത്സ്യഫീഡിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജലാശയത്തിലെ മത്സ്യസമ്പത്ത് നിലനിർത്താനായി ഫിഷറീസ് വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. ബുധനും വ്യാഴവുമാണ് ഇവിടെ ഫിഷ് സെല്ല് ചെയ്യുന്നത്. വള്ളത്തിന്റെ പുറത്തിരുന്ന് ഇവിടെ കടവിലേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ഭംഗിയാണ്. വളരെ നല്ല വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അമ്പൂരി വെറുമൊരു സ്ഥലമല്ല, അത് മനസ്സിന് ലഭിക്കുന്ന ഒരു കുളിർമയാണ്. പറഞ്ഞു തീർക്കാനാവാത്ത ഒരു അനുഭവം.